നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുധീഷിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സുധീഷ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാണ്. ആ സമയത്ത് സുഭാഷ് എന്താടാ എന്ത് പറ്റി? ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് കരയുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിനെ സഹിച്ചില്ല. സുഭാഷ് ചോദിച്ചു, എന്തേലും പ്രശ്നമുണ്ടോ? നീ നിധിയും തമ്മിൽ എന്തേലും വഴക്കുണ്ടോ? അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊന്നുമില്ല സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. അല്ല, അവളെ കൂടെ നീ ഇന്ന് പുറത്തു പോയിട്ട് എന്താ സംഭവിച്ചത്? നീ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ. പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് തിരിഞ്ഞു കിടക്കുന്നുണ്ട്. സുഭാഷിന് തോന്നി അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പറയാനായിട്ട് ഇവൻ മടിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ഹാളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഹരീഷും നികേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് വന്നു. അപ്പം നിധിയും നികേഷും ഒക്കെ സംസാരിക്കുക. പക്ഷേ സുധീഷിനെ കണ്ടിട്ട് നിധി മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സമയം നികേഷ് ചോദിച്ചു, എന്താ നിധി അടുത്തി? സുധീഷേട്ടനോടൊന്നും മിണ്ടുന്നില്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? അല്ല, ഇന്നലെ വൈകുന്നേരം രണ്ടുപേരും കൂടെ പുറത്ത് പോകുന്നു കണ്ടല്ലോ. എന്തൊക്കെയോ സംസാരിക്കാനായിട്ട് പുറത്തു പോയെന്നാ തോന്നുന്നത്. പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം നിധി അടുത്തിയുടെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കണു. ഇനി സുധീഷേട്ടനുമായിട്ട് വല്ല വഴക്കും. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞു. കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല നികേഷ്. കുറച്ച് സമയം കഴിഞ്ഞപ്പം നിധി പുറത്തുപോയി ഡ്രസ്സൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് സുധീഷ് അങ്ങോട്ട് ചെന്നു. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്ക് നല്ല ദേഷ്യവും സങ്കടമായിരുന്നു. സുധീഷ് പറഞ്ഞു, നിധി നീ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കരുത്. എന്തിനാ ദേഷ്യം കാണിക്കണേ? അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലോ. ചെയ്തില്ലേ? സുധീഷ് ഒരു തെറ്റും ചെയ്തില്ലേ? കള്ളത്തരത്തിലൂടെയല്ലേ എൻ്റെ കഴുത്തിൽ താലി ആർത്തിയത്. ആധാർ കാർഡ് കയ്യിലുണ്ടായിരുന്നിട്ട് കള്ളത്തരം പറഞ്ഞു. എന്നിട്ടോ ഇത്ര നാൾ എന്നിട്ട് പറ്റിച്ചില്ലെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ശരിക്കും സുധീഷിൻ്റെ ആ കള്ളത്തരങ്ങളും കൂടി അനുജന്മാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തോന്നും അവർക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര വലിയ തെറ്റൊക്കെ സുധീഷ് ചെയ്യണമെന്നറിയോ? ശരിക്കും നിങ്ങളൊരു ചതിയനാണ്. അതപ്പോൾ സുധീഷ് പറഞ്ഞു, അതൊരു നല്ല കാര്യത്തിന് വേണ്ടല്ലേ. ഒരു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്റെ കാര്യം എന്തായി തീർന്നേനം? നിന്റെ ജീവിതം തന്നെ തീർന്നേനം. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. സൂര്യയെ കൊണ്ട് നിന്റെ വീട്ടുകാരെ നിന്നെ താലി ആർത്തിപ്പിച്ചാനെന്നൊക്കെ പറഞ്ഞു. നിന്റെ കല്യാണം നടത്തിയാലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, വേണ്ട, വെറുതെ സുധീഷ് ഓരോന്ന് പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് നിധി ദേഷ്യപ്പെടുവാണ്. സുധീഷ് പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആധാർ കാർഡിൻ്റെ കാര്യം, ആ ആധാർ കാർഡും കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം ഇരിക്കുന്നത്? അതുകൊണ്ട് നിധിക്ക് തന്നെ പ്രയോജനമുള്ളൂ. എന്തു പ്രയോജനം? എനിക്കറിയാം സുധീഷ് എന്നെ ചതിക്കുമായിരുന്നുള്ള കാര്യം. സുധീഷ് പറഞ്ഞു, ഞാൻ ചതിക്കാനായിരുന്നെങ്കിൽ നിധിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? എനിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തേ? അതെ, നിധിക്ക് ഇപ്പം വണ്ടി ഓടിക്കാനൊക്കെ അത്യാവശ്യം അറിയാലോ. സ്കൂട്ടി ഓടിക്കാനായിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നിധിയുടെ ആധാർ കാർഡ് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യണമായിരുന്നു. അതൊക്കെ നിധിക്ക് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. നിധിക്കൊന്നും മനസ്സിലായില്ല. സുധീഷ് എന്തൊക്കെ പറയണമെന്ന് ചോദിച്ചു. അതെ, അതൊക്കെ മനസ്സിലായിക്കോളും. കാരണം നിധിക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ അഡ്രസ്സ് കൂടിയാൽ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നിധിക്ക് ലൈസൻസിന് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. നിധി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തൊക്കെയാണ് സുധീഷ് പറയണേ? ഒടുവിൽ സുധീഷ് അങ്ങോട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പോസ്റ്റ്മാൻ അങ്ങോട്ടേക്ക് വന്നു. നിധി ആരാന്ന് ചോദിച്ചു. ആ സമയം നികേഷ് നിധിയെ വിളിക്കുകയാണ്. അങ്ങനെ നിധി വന്ന് സൈൻ ചെയ്ത് പോസ്റ്റ് വന്ന കത്തങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അയാളങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷും കൂടെ ഇറങ്ങി വന്നു. ഈ സമയം നികേഷ് ചോദിച്ചു, അല്ല എന്താ നിധി അടുത്ത് അതിൽ നിന്ന് ചോദിച്ചു. അറിയില്ലടാ, എനിക്കൊന്നും അറിയില്ല, നീ എന്താന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആധാർ കാർഡാണല്ലോ. അല്ല, നിധി അടുത്തിടയിൽ ആധാർ കാർഡ് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ആധാർ കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ അപ്ലൈ ചെയ്യാതെ? ഇങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നികേഷ് അത് വാങ്ങി നോക്കുവാണ്. നിധി അടുത്ത് ഇതിനകത്തെ അഡ്രസ്സ് വായിച്ചോന്ന് ചോദിച്ചു. ഇല്ല, ഇത് കണ്ടോ, നിധി വൈഫ് ഓഫ് സുധീഷ് എന്ന് പറഞ്ഞോണ്ടാ കിടക്കുന്നത്. ഈ വീട്ടിലെ അഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞു. നിധി അടുത്ത് അഡ്രസ്സ് മാറ്റാൻ കൊടുത്തായിരുന്നോ? ഞാൻ മാറ്റാനൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് ഒന്നുമല്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. നിധി സുധീഷിൻ്റെ നേരെ നോക്കുകയാണ്. നികേഷിന് മനസ്സിലായ കാര്യം എന്താന്ന്. അപ്പോൾ സുധീഷാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ള കാര്യം. അപ്പോഴേക്കും നിധി ചോദിച്ചു, സുധീഷാണ് അത് മാറ്റിയെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, നിനക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എൻ്റെ പേരിലേക്ക് മാറ്റണമായിരുന്നു. നിനക്കൂടെ ഒരു അഡ്രസ്സ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ മാറ്റിയതാ. സാരില്ല, ഇത് കഴിയുമ്പോൾ നിനക്ക് ഇനിയിപ്പോൾ ലൈസൻസ് കിട്ടിക്കഴിയുമ്പം നിൻ്റെ അച്ഛൻ്റെ പേര് നിധി രാജീവ് എന്ന് നീ വീണ്ടും ആധാറിലേക്ക് മാറ്റിക്കോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ സുധീഷ് എന്നുള്ള പേരങ്ങോട്ട് മാറ്റിയാൽ മാത്രം മതി. അത് പ്രശ്നമുള്ള കാര്യമല്ല. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് വേണം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അതുവരെ ഇങ്ങനെ കിടന്നോട്ടെ,
ഞാൻ ചെയ്തൊരു തെറ്റാണെന്നും എനിക്ക് തോന്നില്ല. നിനക്ക് ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നല്ല കാര്യം ചെയ്തേന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ നിധി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും നികേഷ് സുധീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, സത്യം പറ സുധീഷ് ഏട്ടാ, എന്താ സംഭവിച്ചേ? എന്താണ് സുധീഷ് ഏട്ടൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പോഴേക്ക് സുധീഷ് ഒന്ന് ചിരിച്ചു. എടാ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഇപ്പൊ കണ്ടില്ലേ, നിധി സുധീഷ്, നിധി വൈഫ് ഓഫ് സുധീഷ് എന്നാ വന്നിരിക്കുന്ന ആധാർ കാർഡില്. ഇനി ഇപ്പൊ അവള് ഇച്ചിരി ഒന്ന് ഉഷ്ണിക്കുമെന്ന് പറഞ്ഞു. എന്തിന്? അതൊന്നും മാറ്റാനായിട്ട്. അല്ല സുധീഷ് ഏട്ടൻ എന്തൊക്കെയാ പറയണേ? എടാ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സുധീഷ് ആ കാര്യം പറയണ. ഹരീഷിന്റെ വർക്ക്ഷോപ്പിൽ ഒരു ദിവസം സുധീഷ് പോയിരിക്കണം. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഫോണിനകത്ത് ഭയങ്കര പണിയാണ്. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, എന്താ സുധീഷ് ഏട്ടാ വന്നപ്പോൾ മുതൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? അതെ, അത്യാവശ്യം ഒരു കാര്യം ചെയ്യുക. എന്ത് കാര്യം? അത് നിധിയുടെ അഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ? എങ്ങനെ? എടാ അവളിപ്പോൾ എൻ്റെ ഭാര്യയല്ലേ. അപ്പം എൻ്റെ ഭാര്യ ആകുമ്പം എൻ്റെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി എടുത്താൽ മതി. അപ്പം എൻ്റെ അഡ്രസ്സ് ആക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ അത് ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റുമോ? എടാ നേരത്തെ ആയിരുന്നു, ഇപ്പം ഫോണിൽ കൂടെ ഒക്കെ ചെയ്യാം. നേരത്തെ നമ്മൾ അക്ഷയ സെൻറ്ററിലൊക്കെ ഇപ്പോൾ നോക്കി ഇരിക്കണമായിരുന്നു. ഇപ്പം നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവർ ചോദിക്കുന്ന രേഖകളൊക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. എനിക്കത് അറിയത്തുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അല്ല ഇപ്പം എന്തിനാ ഇങ്ങനെ ഇത് മാറ്റണേ? അതോ ആവശ്യമുണ്ട്, അവൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ സുധീഷ് നികേഷിനോട് പറയണം. നികേഷ് പറഞ്ഞു, സുധീഷ് എന്ന ആൾ കൊള്ളാലോ. എടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ കാര്യമുണ്ട്. ഇനിയിപ്പം അവളുടെ വീട്ടിലെ അച്ഛൻ്റെ പേരിലേക്ക് അച്ഛൻ്റെ പേരാ കൂടെ നിന്ന് ചേർക്കണം. ഇത്തിരി ഉഷ്ണിക്കും, കുറേ നടക്കേണ്ടി വരും. ഒടുവിൽ അവൾക്ക് തന്നെ തോന്നും വൈഫ് ഓഫ് സുധീഷ് എന്ന് മതിയെന്ന്. കാരണം ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് അവൾ ഓടിപ്പണി നടക്കുന്നുണ്ട്. പക്ഷെ ആധാർ കാർഡിലെ പേര് മാറ്റണമെങ്കിൽ അവൾ ഇനിയൊന്ന് ഉഷ്ണിക്കുമെന്ന് പറഞ്ഞു. കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നികേഷ് പറഞ്ഞു, വെറുതെ അല്ല സുധീഷാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തല്ലേന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ ഒന്ന് കാണാതെ ഞാൻ ഒന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? ഈ സുധീഷിനോടാ കളി നീ കണ്ടോ? ഒടുവിലെ സുധീഷിൻ്റെ ഭാര്യയായിട്ട് തന്നെ അവൾ ജീവിക്കും നിധി. അതിനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞു. പിന്നീട് നിധിയെ കൂട്ടിക്കൊണ്ട് സുധീഷ് ലൈസൻസിൻ്റെ കാര്യത്തിന് വേണ്ടി പോകണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിധിക്ക് ലൈസൻസ് വേണം. കാരണം ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലോ സുധീഷിൻ്റെ പേര് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും, അത് മാത്രമല്ല ഇനിയിപ്പോൾ സ്കൂട്ടി ഓടിക്കാൻ തന്നെ ഓടിച്ചുകൊണ്ട് തന്നെ ഓഫീസിൽ പോയിട്ട് വരുവൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഒടുവിൽ തോമസേൻ്റെ അരികിലേക്കാണ് നിധിയെ കൂട്ടിക്കൊണ്ട് സുധീഷ് ചെല്ലുന്നത്. അങ്ങനെ നിധിയെ കണ്ടിച്ചപ്പോൾ തോമസേട്ടൻ പറഞ്ഞാ വാ ഇരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവനെ പിന്നീട് കാണാനൊന്നും പറ്റിയില്ല, 1-2 വട്ടം അതിന് ശേഷം കണ്ടിട്ടുള്ളെന്ന് പറഞ്ഞു. അല്ല ഇപ്പം എന്താ മോളെ എന്തിനാ വന്നേന്നൊക്കെ ചോദിച്ചു. അപ്പോഴും സുധീഷാണ് പറഞ്ഞത്, അതെ നിധിക്കൊരു ലൈസൻസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാ. ലൈസൻസിൻ്റെ? അതെ. അതിനെന്താ നമുക്ക് നോക്കാം. ഏതിൻ്റെ ലൈസൻസാന്ന് ചോദിച്ചു. സ്കൂട്ടിയുടെ ലൈസൻസാന്നൊക്കെ പറയണം. ശരി മോളൊരു കാര്യം ചെയ്യുക, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരാനൊക്കെ പറഞ്ഞു. പിന്നീട് കുറേ സമയം വീട്ടുകാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് നിധി കൊടുത്തു. അപ്പം ഡ്രൈവിങ് അറിയാമല്ലോ എന്ന് ചോദിച്ചു. അതൊക്കെ അറിയാമെന്ന് പറഞ്ഞു. പിന്നീട് ഫോട്ടോ ഒട്ടിക്കുന്ന സമയത്ത് നിധി അങ്ങോട്ട് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, ഇങ്ങനെ അത് ഗം അപ്പുറം ഇരിക്കണമെന്ന് തോന്നേ, ഞാൻ പോയി ഒട്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ എന്ന് ആ ഫോട്ടോ അടങ്ങി ആ കവറൊക്കെ മേടിച്ച് സുധീഷ് അങ്ങോട്ട് മാറി. അങ്ങനെ അതിനകത്തുനിന്നൊരു ഫോട്ടോ അടിച്ചു മാറ്റി പോക്കറ്റിലേക്ക് മാറ്റി വെച്ചു. ഒരു ഫോട്ടോ തൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, തനിക്ക് ആവശ്യം വരും. അവളുടെ ഒരു ഫോട്ടോ പോലും തൻ്റെ കയ്യിലില്ലോ, അതുകൊണ്ട് ഒരു ഫോട്ടോ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മാറ്റുന്നത്. അതിന് ശേഷമാണ് ലൈസൻസിന് അപ്ലൈ ചെയ്യാനുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നത്. അങ്ങനെ സുധീഷ് അത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ട് തോമസേട്ടൻ പറഞ്ഞു, അതെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, സുധീഷിനോട് പറഞ്ഞോളാം. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ നിധിയോട് പറഞ്ഞു. നിധിക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് മാറ്റണമല്ലോ, അല്ലെങ്കിൽ അതെനിക്കിട്ടുള്ള പണി കിട്ടുമോ എന്നൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഡിവോഴ്സിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുമല്ലേ, ഡിവോഴ്സ് കിട്ടിക്കഴിയുമ്പം പിന്നെ വൈഫ് ഓഫ് സുധീഷ് എന്ന് പറഞ്ഞ ആധാർ കിടന്ന അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷേ സുധീഷിൻ്റെ മനസ്സിൽ സന്തോഷമാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും കുറേ കാലത്തേക്ക് ഇവൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.